ബന്ധങ്ങൾക്കുള്ള രഹസ്യം. മേരി ഡയമണ്ട്, ഫെങ്ഷൂയി ഉപദേഷ്ടാവ്, അധ്യാപിക, പ്രഭാഷക. നമ്മുടെ പ്രപഞ്ചം സൃഷ്ടിക്കുന്നത് നമ്മൾ തന്നെയാണ്. സൃഷ്ടിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഓരോ അഭിലാഷവും നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാകുമെന്നാണ് രഹസ്യത്തിൻ്റെ സാരം. അതിനാൽ നമ്മുടെ അഭിലാഷങ്ങൾ, ചിന്തകൾ, വികാരങ്ങൾ എല്ലാം വളരെ പ്രധാനമാണ്. കാരണം അവയെല്ലാം സാക്ഷാത്കരിക്കപ്പെടും. ഒരിക്കൽ ഞാൻ ഒരു കലാസംവിധായകൻ കൂടിയായ ഒരു പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവിൻ്റെ വീട് സന്ദർശിക്കുകയുണ്ടായി. ആ വീടിൻ്റെ എല്ലാ മൂലയിലും നേർത്ത തുണി കൊണ്ട് മറയ്ക്കപ്പെട്ട ഒരു നഗ്നയായ യുവതിയുടെ ചിത്രം കണ്ടു. ഞാൻ നിങ്ങളെ കാണുന്നില്ല എന്ന മട്ടിൽ മുഖം തിരിച്ചു നിൽക്കുന്ന പോലെയുള്ള ചിത്രങ്ങൾ. താങ്കൾക്ക് പ്രണയത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് അതീന്ദ്രിയ ജ്ഞാനമുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല. പക്ഷെ നോക്കൂ, 7 സ്ഥലങ്ങളിൽ ഒരേ സ്ത്രീയുടെ ചിത്രമാണ്. അദ്ദേഹം പറഞ്ഞു, ഇത്തരം ചിത്രങ്ങൾ എനിക്കിഷ്ടമാണ്. ഇതെല്ലാം ഞാൻ തന്നെ വരച്ചതാണ്. ഞാൻ പറഞ്ഞു, അതാണ് ഏറെ കുഴപ്പം. താങ്കൾ താങ്കളുടെ സർഗവൈഭവം മുഴുവനും അതിലേക്ക് പകർന്നിരിക്കുകയാണ്. അദ്ദേഹം അതിസുന്ദരനായിരുന്നു. ഒരു സിനിമാ നിർമ്മാതാവായതിനാൽ അതിസുന്ദരിമായ നടിമാർ അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രണയബന്ധങ്ങളൊന്നും തന്നെയില്ല. ഞാൻ ചോദിച്ചു, താങ്കൾ എന്താണ് ശരിക്കും ആഗ്രഹിക്കുന്നത്? ആഴ്ചയിൽ 3 സ്ത്രീകളുമായി ഡേറ്റിംഗ്, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞു, ശരി, അത് വരയ്ക്കൂ. താങ്കൾ 3 സ്ത്രീകളോടൊപ്പമുള്ള ചിത്രങ്ങൾ വരച്ച് സ്വീകരണ മുറിയുടെ എല്ലാ മൂലയിലും സ്ഥാപിക്കൂ. 6 മാസം കഴിഞ്ഞ് വീണ്ടും അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് താങ്കളുടെ പ്രണയ ജീവിതം? അദ്ദേഹത്തിൻ്റെ മറുപടി, ഗംഭീരം. പല സ്ത്രീകളും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഡേറ്റിങ്ങിന് വേണ്ടി എന്നായിരുന്നു. ഞാൻ പറഞ്ഞു, അങ്ങനെ വരും, കാരണം താങ്കളുടെ അഭിലാഷം അതാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വളരെ വളരെ സന്തോഷം തോന്നുന്നു. വർഷങ്ങളായി എനിക്ക് ഡേറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആഴ്ചയിൽ 3 ഡേറ്റാണ്. സ്ത്രീകൾ എനിക്ക് വേണ്ടി മത്സരിക്കുകയാണ്. അത് നന്നായി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് സ്ഥായിയായ ബന്ധം വേണം, വിവാഹം കഴിക്കണം, ദൃഢമായ പ്രണയമാണ് എനിക്ക് വേണ്ടത്. ഞാൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ആ ചിത്രം വരയ്ക്കൂ. മനോഹരമായ ഒരു പ്രണയബന്ധത്തിൻ്റെ ചിത്രം അദ്ദേഹം വരച്ചു. 1 വർഷം കഴിഞ്ഞ് അദ്ദേഹം വിവാഹിതനായി. ഇപ്പോൾ സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതം നയിക്കുന്നു. അദ്ദേഹം ഒരു പുതിയ മോഹം പ്രസരിപ്പിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. വർഷങ്ങളോളം സഫലീകരിക്കാത്ത ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് സാക്ഷാത്കരിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ബാഹ്യമായ തലം, അദ്ദേഹത്തിൻ്റെ വീട് എപ്പോഴും മനസ്സിലെ ആഗ്രഹങ്ങൾ ഘടകവിരുദ്ധമായിരുന്നു. ഈ അറിവ് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇത് എളുപ്പത്തിൽ പ്രയോജനപ്പെടുത്തി തുടങ്ങാം. രഹസ്യത്തിൻ്റെ വിജ്ഞാനം തന്നെയാണ് ഫെങ്ഷൂയി പ്രതിഫലിപ്പിക്കുന്നത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മേരി ഡയമണ്ടിൻ്റെ കക്ഷിയുടെ അനുഭവ കഥ. നമ്മുടെ ചിന്തകളെ പ്രയോഗത്തിൽ കൊണ്ടുവരുമ്പോൾ അത് എത്ര ശക്തമായി സൃഷ്ടി നടത്തുന്നു എന്ന് ഈ കഥ വ്യക്തമാക്കുന്നു. ചിന്തയുടെ വളർച്ച തുടർച്ചയായിരിക്കണം പ്രവൃത്തി. ചിന്തകളാണ് നമ്മുടെ വാക്കുകൾക്കും വികാരങ്ങൾക്കും പ്രവൃത്തികൾക്കും ജന്മം നൽകുന്നത്. പ്രവൃത്തികൾക്ക് സവിശേഷ ശക്തിയുണ്ട്. നമ്മെക്കൊണ്ട് പ്രവൃത്തി ചെയ്യിപ്പിക്കുന്ന ചിന്തകൾ തന്നെയാണ് അവ. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ള ചിന്തകൾ എന്താണെന്ന് ഒരുപക്ഷെ നാം അറിയില്ല. എന്നാൽ നമ്മുടെ പ്രവൃത്തികൾ ശ്രദ്ധയോടെ നിരീക്ഷിച്ചാൽ നമ്മുടെ ചിന്തകൾ എന്തായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ചലച്ചിത്ര നിർമ്മാതാവിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ചിന്തകളാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലും ചുറ്റുപാടുകളിലും പ്രതിഫലിച്ചത്. അദ്ദേഹത്തിൽ നിന്ന് മുഖം തിരിച്ചു നിൽക്കുന്ന കുറേ സ്ത്രീകളെയാണ് അദ്ദേഹം വരച്ചത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ചിന്ത എന്തായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ധാരാളം സ്ത്രീകളുമായി ഡേറ്റിംഗ് ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ചിന്തകൾ ചിത്രങ്ങളിൽ പ്രതിഫലിക്കുന്നത് അതല്ല. ബോധപൂർവം പ്രവൃത്തികളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ചിന്തകൾ അദ്ദേഹത്തെക്കൊണ്ട് താൻ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിപ്പിച്ചു. ഒരു ചെറിയ വ്യതിയാനത്തിലൂടെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവിതത്തിൻ്റെ ചിത്രം രചിക്കാനും അതിലെ ആകർഷണ നിയമം മുഖേന യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാനും കഴിഞ്ഞു. എങ്ങനെയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങൾ അഭിലാഷങ്ങൾക്ക് വിരുദ്ധമാകില്ല എന്ന് ഉറപ്പിക്കണം. ഇതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നാണ് രഹസ്യത്തിൽ ഭാഗഭാക്കാക്കിയ ആചാര്യന്മാരിൽ ഒരാളായ മൈക്ക് ഡൂളി വിവരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ലിവറേജിംഗ് ദ യൂണിവേഴ്സ് ആൻഡ് എൻഗേജിംഗ് മാജിക് എന്ന ഓഡിയോ പാഠ്യപദ്ധതിയിലാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഉത്കൃഷ്ടനായ ഒരു ജീവിത പങ്കാളിയെ തൻ്റെ ജീവിതത്തിലേക്ക് ആകർഷിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ത്രീയുടെ കഥയാണത്. അവരെല്ലാം ശരിയായി തന്നെയാണ് ചെയ്തത്. അത് എങ്ങനെയുള്ള ആളായിരിക്കണമെന്നതിനെക്കുറിച്ച് മനസ്സിൽ തികഞ്ഞ വ്യക്തത വരുത്തി. അയാൾക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങളുടെ പട്ടിക തയ്യാറാക്കി. സ്വന്തം ഉൾക്കാഴ്ചയിൽ ആ വ്യക്തിയെ കാണുകയും ചെയ്തു. ഇത്രയൊക്കെ ആയിട്ടും അയാൾ വന്നില്ല. ഒരു ദിവസം അവർ വീട്ടിൽ തിരിച്ചെത്തി ഗാരേജിൽ മധ്യഭാഗത്തായി കാർ പാർക്ക് ചെയ്യുകയായിരുന്നു. പെട്ടെന്നൊരു ഞെട്ടലോടെ അവർ തിരിച്ചറിഞ്ഞു, തൻ്റെ പ്രവൃത്തികൾ തൻ്റെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമാകുന്നുണ്ട് എന്ന്. തൻ്റെ കാർ ഗാരേജിൻ്റെ ഒത്ത നടുവിൽ നിർത്തിയാൽ തൻ്റെ ഉത്തമനായ ജീവിത പങ്കാളിയുടെ കാർ നിർത്താൻ സ്ഥലമുണ്ടാവില്ല. അങ്ങനെ ഒരാൾ വന്നു ചേരുമെന്ന് അവർക്ക് ഉള്ളിൽ വിശ്വാസമില്ല എന്ന് പ്രപഞ്ചത്തോട് വിളിച്ചറിയിക്കുന്ന ഫലമാണ് ഈ പ്രവൃത്തി കൊണ്ട് ഉണ്ടായത്. അവർ ഉടൻ തന്നെ ഗാരേജ് വൃത്തിയാക്കി തൻ്റെ ഉത്തമ ജീവിത പങ്കാളിയുടെ കാർ കൂടി നിർത്താൻ സൗകര്യമുണ്ടാക്കും വിധത്തിൽ സ്വന്തം കാർ ഒരു വശത്തേക്ക് ചേർത്ത് പാർക്ക് ചെയ്തു. തൻ്റെ മുറിയിൽ സ്വന്തം വസ്ത്രങ്ങൾ കുത്തിനിറച്ച് വെച്ചിരുന്ന അലമാരയിൽ വസ്ത്രങ്ങൾ ഒതുക്കി വെച്ച് പങ്കാളിയുടെ വസ്ത്രങ്ങൾ വയ്ക്കാൻ സ്ഥലമുണ്ടാക്കി. കട്ടിലിൽ മധ്യഭാഗത്ത് കിടക്കുന്ന ശീലം മാറ്റി പങ്കാളിക്ക് കൂടി കിടക്കാൻ കഴിയുന്ന വിധത്തിൽ തൻ്റെ ഭാഗത്ത് കിടക്കാൻ തുടങ്ങി.
ഒരു ഡിന്നർ സൽക്കാര വേളയിലാണ് ആ സ്ത്രീ മൈക്ക് ഡൂളിയോട് ഈ കഥ പറഞ്ഞത്. അപ്പോൾ അവരുടെ സമീപത്ത് അവരുടെ സങ്കല്പത്തിലെ ജീവിത പങ്കാളിയും ഉണ്ടായിരുന്നു. തൻ്റെ ജീവിത പങ്കാളി എത്തിച്ചേർന്നു എന്ന മട്ടിൽ ഉറച്ച വിശ്വാസത്തോടെയുള്ള പ്രവൃത്തികൾ അവർ ചെയ്യാൻ തുടങ്ങി. അധികം താമസിയാതെ അവർ സ്വപ്നം കണ്ട ആ വ്യക്തി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഇപ്പോൾ അവർ സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കുന്നു. ശരിക്കും ഉള്ളതുപോലെ ഭാവിക്കുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം രഹസ്യം ചലച്ചിത്രത്തിൻ്റെ പ്രൊഡക്ഷൻ മാനേജർ കൂടിയായ എൻ്റെ സഹോദരി ഗ്ലെൻഡയുടെ കഥയാണ്. അവൾ ഓസ്ട്രേലിയയിലായിരുന്നു. അവൾക്ക് അമേരിക്കയിൽ വരണമെന്നും എന്നോടൊപ്പം അമേരിക്കയിലെ ഓഫീസിൽ ജോലി ചെയ്യണമെന്നുമായിരുന്നു ആഗ്രഹം. അവൾക്ക് രഹസ്യം നന്നായി അറിയാമായിരുന്നു. അതിനാൽ അവൾ തൻ്റെ ആഗ്രഹം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്തു. പക്ഷേ മാസങ്ങൾ കഴിഞ്ഞിട്ടും അവൾക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് പോകാൻ കഴിഞ്ഞില്ല. ഗ്ലെൻഡ തൻ്റെ പ്രവൃത്തികൾ ഒന്നുകൂടി നിരീക്ഷിച്ചു. താൻ ആഗ്രഹിച്ച കാര്യങ്ങൾ തനിക്ക് ശരിക്കും ലഭിച്ചു കഴിഞ്ഞ പോലെ അല്ല താൻ പ്രവർത്തിക്കുന്നതെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അതോടെ അവൾ ചില ശക്തമായ നടപടികൾ കൈക്കൊണ്ടു. അവൾ ഒരു ദീർഘയാത്രയ്ക്ക് പോകാൻ ഒരുങ്ങുന്ന രീതിയിൽ തൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. പലവിധ അംഗത്വങ്ങൾ ഉണ്ടായിരുന്നത് ക്യാൻസൽ ചെയ്തു. ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൊടുത്ത് ഒഴിവാക്കി. സൂട്ട് കേസിൽ വസ്ത്രങ്ങൾ അടുക്കി വെച്ച് തയ്യാറായി. 4 ആഴ്ചയ്ക്കുള്ളിൽ ഗ്ലെൻഡ അമേരിക്കയിലെത്തി. എന്നോടൊപ്പം ഓഫീസിൽ ജോലി ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ ആവശ്യപ്പെട്ടതിനെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു എന്നും അവ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നതിന് വിരുദ്ധമല്ല എന്നും ഉറപ്പാക്കുക. അതെല്ലാം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന പോലെ ഭാവിക്കുക. അതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെല്ലാം ചെയ്യുമോ അതെല്ലാം ചെയ്യുക. ശക്തമായ ആ പ്രതീക്ഷയെ പ്രതിഫലിപ്പിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹങ്ങളെ സ്വീകരിക്കാൻ ഇടം കണ്ടെത്തുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ അതിശക്തമായ പ്രതീക്ഷയുടെ സിഗ്നലുകൾ നിങ്ങൾ പ്രസരിപ്പിക്കാൻ തുടങ്ങും.